ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ടുഡേ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദു ആണ് കേട്ടോ. സോ ഹിന്ദുവിലെ ന്യൂസ് പേപ്പറാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം മൺസൂൺ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ അതിനുശേഷം അതായത് കോവിഡിന് ശേഷം വരുന്ന മൺസൂൺ സെഷനാണ്. സോ യു ക്യാൻ സീ ദിസ് ഇമേജ് അല്ലേ? ആ ഇമേജിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് ഇതാണ്, അതായത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഡാറ്റ റിഗാർഡിംഗ് ദ മൈഗ്രൻറ്റ് വർക്കേഴ്സ് ഹു ലോസ് ദർ ജോബ്സ് ആൻഡ് ലൈവ്സ് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. സോ മിനിസ്റ്റർ സന്തോഷ് കുമാർ ഗാംഗ്വാർ ആണ് ഇത് പറഞ്ഞത്. അതായത് അവർക്ക് എത്ര മൈഗ്രൻസിന് എത്ര ജോബ് ലോസ് ആയെന്നും അതിനെപ്പറ്റി ഒരു ഡാറ്റയും അവരുടെ കയ്യിലില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഡിസ്റ്റർബിങ് കൈൻഡ് ഓഫ് തിങ് അല്ലേ? സോ ലെറ്റ്സ് സീ. സോ ജസ്റ്റ് അത് മാത്രം നോക്കുക, വേറെ ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ അവർ പോയല്ലോ. സോ ക്വസ്റ്റ്യൻ അവർ പോയതിനെ പറ്റിയിട്ടൊരു സംഭവമുണ്ട്. അടുത്തത്, United Parliament must to back soldiers at Baldus PM. So he calls for unity amid demand for debate on LIC face-off. So Narendra Modi ആണ് പറഞ്ഞിരിക്കുന്നത്, I am confident that this parliament will give this very strong message that it is standing behind our brave soldiers. So അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ് മെസ്സേജ് ആണ് നമ്മൾ സോൾജേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് ദി പാർലമെൻറ്റ് ഹാസ് ഓൾസോ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി എക്സ്പെഷ്യലി ഇൻ ദിസ് സെഷൻ. ആൻഡ് ദിസ് പാർലമെൻറ്റ് ഇസ് എവറി മെമ്പർ വിൽ ഗിവ് ദിസ് മെസ്സേജ് ഇൻ വൺ വോയിസ്, വൺ സെൻറ്റിമെൻറ്റ് ആൻഡ് വൺ റിസോൾവ് ദാറ്റ് കൺട്രി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് അവർ സോൾജേഴ്സ്. സോ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി സോൾജേഴ്സിൻ്റെ പിറകെ ഉണ്ട് എന്നൊരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾസോ പ്രൈം മിനിസ്റ്റേഴ്സ് കോൾസ് for the unity comes even as the opposition has demanded discussion on border situation with China, what went down in meeting between foreign ministers of India and China last week. So അതൊക്കെ പറ്റി സംസാരിച്ചു. ഇത് ജസ്റ്റ് അതറിയില്ല, അത്രയും മതി. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു 6.69% in August. സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോഫൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഫുഡ് പ്രൈസസ് വീണ്ടും കൂടുന്നുണ്ടെങ്കിൽ, അവർ പ്രൈസ് കൂടുന്നുണ്ടെങ്കിൽ പോലും സോഫൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ CPI വെച്ചിട്ടാണ്. ഓക്കെ, സോ എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ അതൊരു ബാസ്ക്കറ്റ് ഓഫ് ഇൻഡെക്സ് ആണ്. അതായത് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, കൺട്രിയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ CPI എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ ഓഫ് പ്രൈസസിൻ്റെ ചേഞ്ച് ആണ് അല്ലേ? പ്രൈസ് ലെവലിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ CPI കൊണ്ട് നോക്കുന്നത്. മാത്രമല്ല ഈ CPI വെച്ചിട്ട് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ പ്രൊഡ്യൂസർ ലെവലിലുള്ള CPI ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാക്കിലോട്ട് ഔട്ട്വേർഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യാം. മാത്രമല്ല CPI ക്യാൻ ക്യാപ്ചർ ദ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് സർവീസസ് വിത്ത് ദ CPWPI നോട്ട്. അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് CPIക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. CPI 4 തരമുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, CPI ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. കമ്പൈൽ ചെയ്യുന്നത് ലേബർ ബ്യൂറോ ആണ്. CPI ഫോർ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഉണ്ട്, അതെന്ന് പറയുന്നത് ലേബർ ബ്യൂറോ തന്നെയാണ് അതിൻ്റെ അഗ്രികൾച്ചറൽ ലേബേഴ്സിനെയും ചെയ്യുന്നത്. CPI ഫോർ റൂറൽ ലേബറും ഉണ്ട്, അത് ലേബർ ബ്യൂറോ തന്നെയാണ്. ഇനി ഇതിൽ ഡിഫറൻസ് വരുന്നത് ഒരൊറ്റതാണ്, CPI അർബൻ നോൺ മാനുവൽ എംപ്ലോയീസ്, CPI ഉൻമി എന്ന് പറയും. അതെന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് കമ്പയർ ചെയ്യുന്നത് ഈ ഡാറ്റ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് അത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSPI ആണ് അത് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 CPI ആണ് ഉള്ളത്. So government has mandated central bank to restrict the inflation at 4%. സോ അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്ക് കുറയ്ക്കാനായിട്ട്. സോ എത്രയാവുമെന്ന് അറിയില്ല. ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് പ്രൈസ് റേറ്റ് കൂടും അല്ലേ? അതറിയാമല്ലോ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാജുവൽ റൈസ് ഇൻ പ്രൈസസ് ആണ്. പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ടാണ് ഇൻഫ്ലേഷനും കൂടുന്നത്. ഓക്കെ, സെൻറ്റർ ഓപ്പോസസ് മൂവ് ടു റെക്കഗ്നൈസ് സെയിം സെക്സ് യൂണിയൻസ്. ലീഗൽ സിസ്റ്റം സൊസൈറ്റി ഡസ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്, ഗവൺമെൻറ് ടെൽസ് ഡൽഹി ഹൈക്കോർട്ട്. സോ അതൊരു ശരിക്കും ഒരു പ്രോബ്ലം ആണ് അല്ലേ? സെയിം സെക്സ് യൂണിയൻസ് അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കണില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ഈക്വൽ ടു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അവർക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷൻ ആണ് അല്ലേ? കാരണം അവർ സെക്ഷൻ 377 ഇപ്പോൾ കളഞ്ഞു, അതിൻ്റെ ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ ക്രൈം. സോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ. ഓക്കെ,
സോ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഒപ്പീനിയനും കൂടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക. ഓക്കെ, ആൻഡ് യു ഹാവ് ടു കോറിലേറ്റ് വിത്ത് ഇറ്റ് ആൻഡ് യു ഹാവ് ടു പ്രൊഡ്യൂസ് ആപ്റ്റ് കേസ് സ്റ്റഡി. കറക്റ്റായിട്ടുള്ള കേസ് സ്റ്റഡി കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ സെൻറ്റർ ഓൺ മൺഡേ opposed before the Delhi High Court a petition seeking recognition of same-sex marriages, saying our legal system, society and values do not recognize marriages between same-sex couples. Solicitor General Sushar Mehta, representing the centre, said the 2018 judgment of Constitutional Bench of Supreme Court merely decriminalizes homosexuality or lesbianism, nothing more or nothing less. സോ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രിമിനാലിറ്റി എടുത്ത് കളഞ്ഞതേ ഉള്ളൂ, അത് മാത്രമേ ഡിക്രിമിനലൈസ് ചെയ്തെന്നുള്ളേ ഉള്ളൂ, അല്ലാതെ അവർക്കൊരു ജീവിതം നയിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. സോ അത് ഏതൊരു മനുഷ്യന് വായിക്കുമ്പോഴും മനസ്സിലാവും ഇയാൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് നോ ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡൽഹി സ്ലം. അറിഞ്ഞല്ലോ, ഡൽഹി സ്ലംസിന് ഒരുപാട് ഒരു 2 lakh ഫാമിലീസിനോളം അവിടെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് മാറ്റണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതും ഒരു യുനാനിമസ് അല്ല, അതൊരു എന്താ പറയുക, വെരി സ്റ്റേൺ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. വേറൊരു കോർട്ടിനും അതിനെ ഓവർ റൂൾ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഡിസിഷൻ ഫുൾ വന്നത്. അപ്പോൾ അതാണ് നോ ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡൽഹി സ്ലംസ്. സോ സെൻറ്റർ tells SC over 2 lakh families living near rail tracks would be affected. So Center informed the Supreme Court on Monday that no immediate action will be taken to demolish 48,000 slum clusters situated within safety zones along the railway tracks in Delhi. So നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കേസസ് ഉണ്ട്. ഓക്കെ, ഈ കേസസിൽ പല കേസസിലും റൈറ്റ് ടു ഷെൽട്ടർ എന്ന സ്ലംസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ അങ്ങനെ സ്പീഡിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പുറത്താക്കാൻ പറ്റത്തില്ല. ദേ ഹാവ് ദ റൈറ്റ് ടു ലൈവ്ലിഹുഡ്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പുറത്താക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ അത്രയും പ്രോബ്ലംസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് കോടതി ഇങ്ങനൊരു ഡിസിഷൻ എടുത്തു? പല ഡിസിഷൻസിലും പല കേസിലും കോടതിയുടെ ഡിസിഷൻ ഇങ്ങനെയായിരുന്നു. അതായത് അവർക്കൊരു ലൈവ്ലിഹുഡ് ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതം സ്ലംസിലാണെങ്കിൽ പോലും, അത് എത്ര വൃത്തിഹീനമാണെങ്കിൽ പോലും അവരുടെ ജീവിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ദെയർ റൈറ്റ് ടു ലൈഫ്. അപ്പോൾ അവരുടെ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഷെൽട്ടർ ഒക്കെ ആർട്ടിക്കിൾ 21 വരുന്നുണ്ടെന്ന് ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ കേസ് ലോസ് ഒക്കെ ഇതിന് മുന്നത്തെ ഒരു എഡിറ്റോറിയലുണ്ട്. സോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കേസ് ലോസ് എല്ലാം കൂടെ ഉള്ള എഡിറ്റോറിയൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോൾ ആ മെയിൽ ID മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ഇതിന് മുന്നത്തെ 2-3 ദിവസത്തെ മുന്നത്തെ പത്രത്തിൽ എഡിറ്റോറിയലുണ്ടായിരുന്നു, ഹിന്ദുവിൽ തന്നെയാണ്. ഉമർ ഖാലിദ് റിമാൻഡഡ് ഇൻ 10-day പോലീസ് കസ്റ്റഡി ഇൻ ഡൽഹി റയറ്റ്സ് കേസ്. അപ്പോൾ അതിൽ UAP ആക്ട് മാത്രം നോക്കുക. UAP ആക്ടും അല്ലെങ്കിൽ NI ആക്ട് പ്രകാരം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലിന് വരെ ഒരു ടെററിസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. തമിഴ്നാട് ക്രിയേറ്റ്സ് അസംബ്ലി റെപ്ലിക്ക ടു മീറ്റ് COVID-19 ചാലഞ്ച്. സോ ആൾമോസ്റ്റ് എവറിത്തിങ് റീപ്രൊഡ്യൂസ് ചെയ്തു, ഒരുപാട് സ്പേസിങ് കൊണ്ടുവന്നു. അങ്ങനെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the chair resembling the speaker's chairs in British House of Commons was presented in March 1922 by Lord Willingdon. ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ UPSC ആർട്ട് ആൻഡ് കൾച്ചറിലൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല, വായിച്ചവർക്ക് പോലും കിട്ടത്തില്ല. പിന്നെയാണ് ex-IPS ഓഫീസർ ആസ് ഡൽഹി പോലീസ്. അത് വേണ്ട. ഫ്ലോ മാർക്കേഴ്സ് 30% recovered COVID-19 patients have no antibodies. ഒരു ഗവൺമെൻറ് സർവേ പ്രകാരമാണ്. അതിൽ മെമ്മറി സെല്ലാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പേടിക്കാനില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മെമ്മറി സെൽസ് ഉണ്ട്. സോ അത് എന്ത് ചെയ്യും, അതാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിബോഡി ഇല്ലയോ ഉണ്ടോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ആ മെമ്മറി സെൽസ് കറക്റ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം വരത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. So that's it. അഗ്രികൾച്ചർ ഓർഡിനൻസ് അഗെയിൻസ്റ്റിനെതിരെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഡെമോൺസ്ട്രേഷൻ ഇൻ പഞ്ചാബ്, ഫാമേഴ്സ് മാർച്ചിങ് ഫ്രം ഹരിയാന ആൻഡ് UP ടു ഡൽഹി സ്റ്റോപ്ഡ് അറ്റ് സ്റ്റേറ്റ് ബോർഡേഴ്സ്. സോ അഗെയിൻസ്റ്റ് ദി എന്താണ് സെൻറ്റേഴ്സ് അഗ്രികൾച്ചർ റിലേറ്റഡ് ഓർഡിനൻസ് ആൻഡ് ടു ഡിമാൻഡ് ദർ ഇമ്മീഡിയറ്റ് വിഡ്രോവലിന് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു എന്തായാലും കാണും. എന്താണ് സോ അത് അവർക്ക് ചോദിക്കുക. We were stopped at Cleaning Board. We want the government to understand that this ordinance at present shape are not giving to benefit. Farming community benefit കൊടുക്കുന്നില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ ക്രോപ്സിനും കൊണ്ടുവരണം, ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും കൊണ്ടുവരുന്നതാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഫാമേഴ്സ് ഓൾ ഓവർ ഇന്ത്യ ആർ ഓപ്പോസിങ് ദീസ് ഓർഡിനൻസസ്.
വൺ നേഷൻ വൺ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡിനൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെയാണ്. ഓക്കെ. സ്ലെയിൻ UP മാൻസ് ഫാമിലി, അത് വേണ്ട. ഓക്സിജൻ ഷോർട്ടേജ്, മഹാരാഷ്ട്ര മൂവ്സ് ടു എൻഷുർ സ്റ്റഡി സപ്ലൈ. സോ മഹാരാഷ്ട്രയിൽ 11% ഓഫ് COVID-19 പേഷ്യൻസ് റിക്വയർഡ് ഓക്സിജൻ സപ്ലൈ, അതറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഈസ് ഗെറ്റിംഗ് റെഡി. So at the present, state is producing 1,000 million tons of oxygen. Despite that, there are complaints of shortage. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ട്. അടുത്തത് Thai woman held for killing friend, stealing valuables, വേണ്ട. Sports person scrambling to get back truck on Madhya Pradesh, വേണ്ട. എഡിറ്റോറിയൽ ഞാൻ പിന്നെ ഒരു ഇതിടാം. കോസ്റ്റ് ഓഫ് പീസ്, അഫ്ഗാനിസ്ഥാൻ ഷുഡ് നോട്ട് ലോസ് ദ ഡെമോക്രാറ്റിക് ഗെയിൻസ് മെയ്ഡ് ഇൻ പോസ്റ്റ് താലിബാൻ എറ. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യസ് ഗ്രേറ്റ് സൈലൻസ് ഇസ് എ ലൗഡസ്റ്റ് സൗണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മോർ അറ്റ് ദ ടോപ്പ്, അത് വേണ്ട. അർബൻ എംപ്ലോയ്മെൻറ്റ് അറ്റ് ഫോക്കൽ പോയിൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഭാരതീയ ചാരിറ്റി ഓഫ് വിസ്ഡം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ എടുത്ത് ചോദിച്ചേക്കാം. ആൻ ഓൾഡ് ഐഡിയോളജി, അത് വേണ്ട. ഡിഫറെൻറ്റ് യാർഡ് സ്റ്റിക്ക്, അതും കൊള്ളാം, ഇതും നല്ലതാണ് കേട്ടോ. ഇതെല്ലാം പഠിച്ചേക്കാം. ഓക്കെ. കർണാടക വേണ്ട. കർണാടക ടു സീക്ക് നോട്ട് ഫോർ മേക്കഡട്ടു പ്രോജക്റ്റ്, അറിയാമല്ലോ. മേക്കഡട്ടു പ്രോജക്റ്റ് ഏത് റിവറിന് കുറുകെയാണ്, എന്താണ് അതിൻ്റെ പ്രശ്നം, അത് നോക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ മേക്കഡട്ടു റിവർ. കൊന്തപ്പൊച്ചമ്മ റിസർവ്, അതെവിടെയാണെന്ന് നോക്കുക കേട്ടോ. അത് നോക്കുക, അതെന്താ ഇഷ്യൂ നോക്കുക. കാളേശ്വരം ലിഫ്റ്റ് പ്രോജക്റ്റ് അറിയാമല്ലോ, അതിൻ്റെ ഒരു പാർട്ട് എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അടുത്തത് എമിറ്റ് ഹൈ ഡ്രാമ 3 ഹെൽപ്പ് ഫോർ പ്രൊട്ടസ്റ്റ്, അത് വേണ്ട. മൺസൂൺ സെഷൻസ് കിക്സ് ഓഫ് വിത്ത് MPs മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ആൻഡ് സ്പോട്ടിംഗ് മാസ്ക്. സോ ജസ്റ്റ് ചുമ്മാ വായിച്ചു നോക്കാം. ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ, DMK MPs അഗെയിൻസ്റ്റ് നീറ്റ്, അത് വേണ്ട. ഇത് ഇമ്പോർട്ടൻറ്റ്. നോ ഡാറ്റ അവൈലബിൾ ഓൺ ഡെത്ത് ഓഫ് മൈഗ്രൻസ്. എത്ര ആൾക്കാർ മരിച്ചെന്നോ എത്ര ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടെന്നോ ഇതിനെപ്പറ്റിയൊന്നും ഒരു ഡാറ്റയും മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസ്റ്റർബിംഗ് ആയ സത്യം. ഓക്കെ. പണ്ട് തന്നെ ഒരു 2017 എഡിറ്റോറിയൽ ഇതേപോലെ മൈഗ്രൻ്റ് വർക്കേഴ്സിന് കറക്റ്റായിട്ട് സെൻസസ് എടുക്കണം, അവരെത്ര ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇന്ത്യ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്ക് ആക്ട് 1979, അത് വെച്ചിട്ടാണ് എല്ലാ മൈഗ്രൻ്റ് വർക്കേഴ്സിനെയും നോക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസും അതിൽ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ. റിയൽ ആയിട്ടുള്ള പൈസ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വൺ ഓഫ് ദി മേജർ തിങ്. അടുത്തത് 3 അഗ്രി റിഫോം ബിൽസ് ഇൻട്രൊഡ്യൂസ്. സോ എന്താണ് ആ അഗ്രി റിഫോം ബിൽസ് എന്താണെന്ന് നോക്കുക. EMC ആക്ട്, APMC ആക്ട്, പിന്നെ കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ ആക്ട്. സോ അത് ജസ്റ്റ് നോക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഡീറ്റെയിൽ ഡിവൈഡ് സ്റ്റേറ്റ് ഓഫ് എക്കണോമി ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് 0 hour. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി ഇതും എഡിറ്റോറിയലും ഇതിൻ്റെ ബാക്കി